டிங்காலே தினக்கி டிங்கிரி டிங்காலே உலகம் போன போக்கு பாரு கண்ணம்மா பெண்ணாலே டிங்கிரி டிங்காலே தினக்கி டிங்கிரி டிங்காலே உலகம் போன போக்கு பாரு ரொசம்மா பெண்ணாலே டிங்கிரி டிங்காலே தினக்கி டிங்கிரி டிங்காலே உலகம் போன போக்கு பாரு கண்ணம்மா பெண்ணாலே டிங்கிரி டிங்காலே தினக்கி டிங்கிரி டிங்காலே உலகம் போன போக்கு பாரு ரொசம்மா பெண்ணாலே பக்கத்து வீட்டுல ரொசாம பெண்ணே கண்டா நல்லொரு டிஸ்கவுண்ட் பெண்ணே பெல் பாட்டம் பேண்ட்ஸ் மிட்டு ஹை ஹீல் ஷூஸ் மிட்டு குதிரை போல குத்தாடு பெண்ணே லாலே 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 லாலா லாலே 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 லாலா லாலே லாலா லாலே Pagadi 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 pagadi
ഈ പാട്ടാണോ ഞങ്ങൾ തന്നത്? അയ്യോ, സോറി. ആ പെൻഡ്രൈവ് എടുത്ത് ഞാൻ മറന്നു. ഇനിയിപ്പോ എന്തോ ചെയ്യും? നിങ്ങളുടെയുള്ള ഏതേലും പാട്ട് ഇട്. അതിങ്ങനെ ശരിയാവും? മണ്ണിന് മീതെയുള്ള എല്ലാ പാട്ടും ഡാൻസും ഈ ജഗന്നാഥന് സമമാണ്. അതെങ്ങനെ? ഒന്നിനും കളിക്കാൻ അറിയാൻ പാടില്ലല്ലേ, ഉള്ളതുപോലെ കളിക്കാം. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി. മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല. മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല. ഓമനേ നീ വരും നാളുമെണ്ണീരുന്നു ഞാൻ. വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ. വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ. വൃശ്ചികപ്പെണ്ണേ വേളിപ്പെണ്ണേ വെറ്റില പാക്കുണ്ടോ? വൃശ്ചികപ്പെണ്ണേ വേളിപ്പെണ്ണേ വെറ്റില പാക്കുണ്ടോ? കുളിക്കുവാൻ പോറുന്ന വഴി വച്ചിൽ വേലിക്കൽ നിന്നവനെ, കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ, എന്നോട് കിന്നാരം പറഞ്ഞവനെ. കളിവാക്ക് പറഞ്ഞാലും കാര്യം പറഞ്ഞാലും കാതിന് മധുവാണ്. കളിവാക്ക് പറഞ്ഞാലും കാര്യം പറഞ്ഞാലും കാതിന് മധുവാണ്. ഇന്ന് കരക്കാരും നമ്മ ചൊല്ലി കളിയാക്കി പറഞ്ഞാലും കരളിന് കുളിരാണ്, എന്റെ കരളിന് കുളിരാണ്. ഒരുമിച്ച് കളിച്ചതും ഒരുമിച്ച് വളർന്നതും ഒരുത്തനും അറിയില്ല. ഒരുമിച്ച് കളിച്ചതും ഒരുമിച്ച് വളർന്നതും ഒരുത്തനും അറിയില്ല. എന്നാലും ഒഴുകുമിയാറ്റിലെ ഓളങ്ങൾ കന്നത്തെ ഒരുപാട് കഥയറിയാം. ഈ ഓളങ്ങൾ കന്നത്തെ ഒരുപാട് കഥയറിയാം. വെളുക്കുമ്പോ കുളിക്കുവാൻ പോറുന്ന വഴി വയ്ക്കിൽ വേലിക്കൽ നിന്നവനെ, കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ, എന്നോട് കിന്നാരം പറഞ്ഞ. നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയാണ് വിശുദ്ധ ബൈബിൾ. ഇത് മനുഷ്യരുടെ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും അകവും പുറവും കൂടിയാണ്. മനുഷ്യരുടെ മാറ്റങ്ങൾ അത്
അന്നും ഇന്നും പ്രവചനാതീതമാണ്, ഭയാനകമാണ്. ഈ നാടകത്തിലൂടെ ഞങ്ങൾ നിങ്ങളോട് പറയുന്ന ഓരോ വിഷയങ്ങളും നാളെയുടെ ആവശ്യങ്ങളാണ്, ആശയങ്ങളാണ്. ഇവിടെ നമ്മൾ കാവൽക്കാരാണ്. ആകണം കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന കരുത്തിൻ്റെ പ്രതീകങ്ങളായ കാവൽക്കാർ. സെന്റ് ആന്റണീസ് കുടുംബ യൂണിറ്റ് അവതരിപ്പിക്കുന്നു കാലത്തിൻ്റെ കാവൽക്കാർ. ഗുരുവേ, രക്ഷിക്കണേ! ഈ പാപിക്ക് രക്ഷ നൽകണേ! ഗുരുവേ, രക്ഷിക്കണേ! ഇവൾ പാപിയാണ്, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലുക! നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആരാണ്? ഇവൾ മോശയുടെ നിയമം ലംഘിച്ചവൾ, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലുക! ഇവൾ പാപിയാണ്, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലുക! നിർത്തൂ. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആരാണ്? അവർ ആദ്യം കല്ലെറിയട്ടെ. ഇവൾ പാപിയാണ്, ഇവൾ പാപിയാണ്, ഇവളെ! സ്ത്രീയെ, എഴുന്നേൽക്കുക. ഞാനും നിന്നെ വിധിക്കുന്നില്ല. മേലിൽ നീ പാപം ചെയ്യരുത്. പോയിക്കൊള്ളുക. യേശുവേ, മാപ്പ്! ഗുരുവേ, മാപ്പ്! ഇവിടെ യേശു പറഞ്ഞു വെക്കുന്നു, എല്ലാ നിയമങ്ങൾക്കും അപ്പുറമാണ് മനുഷ്യത്വം. നമ്മൾ മറ്റുള്ളവരെ വിധിക്കാതിരിക്കുക, പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ പ്രതികരിക്കുക, ഉറച്ച നിലപാടുകളുമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുക. അത് പൊതുസമൂഹത്തിലായാലും കുടുംബ യൂണിറ്റുകളായാലും. കാരണം അത് ഇന്നിൻ്റെ ആവശ്യമാണ്, നാളെയുടെ നമ്മുടെ ശബ്ദമാണ്. ഇങ്ങനെയായിരിക്കണം കുടുംബ യൂണിറ്റുകളിലെ ബൈബിൾ വിചിന്തനം. ഓരോ വചനത്തിൽ നിന്നും നമുക്ക് കിട്ടേണ്ടത് അറിവിന്റെ ചോദ്യങ്ങളായിരിക്കണം. അച്ചോ, ഒരു സംശയം. പാപിനിയായ സ്ത്രീയുടെ കഥയും ഇന്നത്തെ സമൂഹവും തമ്മിലുള്ള അന്തരം എന്താണ്? അന്തരം വ്യക്തമല്ലേ? അന്നും ഇന്നും മനുഷ്യരുടെ ദുർബലതയ്ക്ക് നേരെയല്ലേ അധികാരഗർവുകൾ? പാവപ്പെട്ടവർ മാത്രമാണ് എവിടെയും ഇരകൾ. അതെ, യേശുവിന്റെ എല്ലാ പോരാട്ടങ്ങളും അധികാരികൾക്കും അഹങ്കാരികൾക്കും നേരെ തന്നെയായിരുന്നു. ദേവാലയം കച്ചവട സ്ഥലമാക്കിയപ്പോൾ വീശിയടിച്ച ആ ചാട്ടവാറ് സമൂഹത്തിലെ മാന്യരുടെ മുഖംമൂടികൾക്ക് നേരെ തന്നെയായിരുന്നു. ഇങ്ങനെ നല്ല നല്ല ചർച്ചകൾ നടക്കട്ടെ. അന്ന് മോശയുടെ നിയമത്തെ ഒരു കൂട്ടർ ദുർവിനിയോഗം ചെയ്യുകയായിരുന്നു. അവിടെയും ഇവിടെയും യേശുവിന്റെ മറുപടികളും പ്രവൃത്തികളും ഏറെ പ്രസക്തമാണ്. ഇന്ന് തെറ്റിനെതിരെ പ്രതികരിക്കാനും തെറ്റിനെതിരെ വിരൽ ചൂണ്ടാനും എല്ലാവർക്കും പേടിയാ. എനിക്കും പേടിയാ. ചർച്ചകൾ നമുക്ക് അവസാനിപ്പിക്കാം. സമയം ഒരുപാട് വൈകി. അച്ചോ, എനിക്കൊരു വിഷയം പറയാനുണ്ട്. ഇന്ന് പറഞ്ഞില്ലെങ്കിൽ നാളെ ചിലപ്പോൾ ഞാൻ ഉണ്ടായില്ലെങ്കിലോ? എന്താണ് ജോണി ഇങ്ങനെയൊക്കെ? എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറയോ? അച്ചോ, പണി കഴിഞ്ഞ ഞാൻ സ്വൽപ്പം അടിക്കും. അത് പണ്ടേ മുതലുള്ള ശീലമാ എന്ന് പറഞ്ഞ് മക്കളെ വഴിതെറ്റി പോണോ? ഇയാൾ എന്താണ് പറയണത്? ആർക്കൊന്നും മനസ്സിലാകാത്ത രീതിയില്. മക്കളെ കുറിച്ച് തന്നെ, എന്റെ വീട്ടിലുള്ള എന്റെ മക്കളെ കുറിച്ച്. എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാതായി. മദ്യം കഴിഞ്ഞപ്പോ മയക്കുമരുന്ന്, വലിയ വലിയ ലഹരികൾ. ഞാൻ എന്ത് ചെയ്യും അച്ചോ? ഇത് ഒരാളുടെ മാത്രം വിഷയമല്ല, പലരുടെയും വിഷയമാണ്. ജോണി, ആദ്യം നിങ്ങൾ നന്നാവണം, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ നോക്ക്. അച്ചോ, ആനക്കാര്യം പറയുമ്പോ ഒരുമാതിരി ചേനക്കാര്യം പറയല്ലേ. അച്ഛന്മാര് ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ഇടപെടണം, അല്ലാതെ പള്ളിമേടയിൽ മാത്രം ഇരുന്നാൽ പോരാ. നിങ്ങളെ റോൾ മോഡലാക്കി സ്വന്തം മക്കൾ വഴിതെറ്റിപ്പോയാ അച്ഛന്മാരെന്താ അവരുടെ പിന്നാലെ നടക്കണോ? മക്കളോടൊപ്പം ഇരുന്ന് കുടിക്കുമ്പോഴും ഒഴിച്ചു കൊടുക്കുമ്പോഴും ഓർക്കണമായിരുന്നു. ജോണി, അച്ഛന്മാരെ കൂടുതൽ മര്യാദ പഠിപ്പിക്കാവല്ലേ? അച്ചോ, ക്ഷമിക്കണം. ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പെട്ടെന്ന് എന്തുദ്ദേശിച്ചാലും
മക്കൾ വഴിതെറ്റി പോകുമ്പോ സ്വന്തം മാതാപിതാക്കൾക്ക് പ്രതികരണശേഷിയില്ലെങ്കിൽ അച്ഛന്മാർക്കൊന്നും ചെയ്യാനില്ല. പ്രതികരിച്ചാൽ നാളെ തന്റെ ഇടത്തോടെ മക്കളുടെ മുഖത്ത് നോക്കാം. അല്ലെങ്കിൽ മക്കളുടെ അടിമകളായി ജീവിതകാലം മുഴുവൻ സ്വസ്ഥതയില്ലാതെ ജീവിക്കാം. ഓരോ തീരുമാനവും നിങ്ങളുടേതാണ്. ഓർക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ലിസി, എടി ലിസി, എന്താ എന്താ ഇങ്ങനെ കടന്ന് അലറി വിളിക്കുന്നത്? ജോമോന്റെ പാതിരാത്രി വരെയുള്ള കൂട്ടുകെട്ട് എനിക്ക് ഒട്ടും പിടിക്കണില്ല. നിങ്ങളോട് ഇത് തന്നെയല്ലേ കുറെ നാളുകളായിട്ട് ഞാൻ പറയുന്നത്? എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് വല്ല ഗൗരവമുണ്ടോ? എടി, ഗൗരവമില്ലാഞ്ഞിട്ടല്ല. അടയ്ക്കയായാൽ എടുത്ത് മടിയിൽ വെക്കാം. അടയ്ക്കാമരമായാലോ? മക്കളുടെ കൂട്ടുകെട്ടിനെ കുറിച്ച് പറയുമ്പോൾ തരുന്ന ന്യായീകരണം കൊള്ളാം. പിന്നെ എങ്ങനെയാ മക്കള് വില വെക്കുന്നത്? എടി, ഞാനെന്തെങ്കിലും പറഞ്ഞ അവന് മറു ചോദ്യമുണ്ട്. ഉത്തരം മുട്ടുന്ന മറു ചോദ്യം. ഇന്നലെ കുടുംബ യൂണിറ്റില് അച്ഛനൊരു യാഥാർത്ഥ്യം പറഞ്ഞപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ ചാട്ടം? ആ ചാട്ടം സ്വന്തം മോന്റെ നേരെ ചാടിയിരുന്നെങ്കിൽ അവൻ എന്നെ നന്നായേനെ. ആഗ്രഹമുണ്ട്, പറ്റാഞ്ഞിട്ടല്ലടി. അതുകൊണ്ടല്ലേ ഞാൻ ഈ വിഷയം ബുദ്ധിപരമായി കുടുംബ യൂണിറ്റിൽ ചർച്ച ചെയ്ത്. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ദേ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. സ്വന്തം മക്കളെ നിലയ്ക്ക് നിർത്താൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ അച്ഛനെ നാട്ടുകാരെയും കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ദേ അവൻ വരുന്നുണ്ട്. ഇന്നെങ്കിലും ഒന്ന് വാ തുറക്കും മനുഷ്യ. അവിടെ നിന്നേ. നീ എത്ര നേരം എവിടെയായിരുന്നു? ഞാൻ എന്റെ കൂട്ടുകാരോടൊപ്പമായിരുന്നു. ഞങ്ങക്ക് ഞങ്ങളുടേതായ കാര്യങ്ങളുണ്ട്. അപ്പനെന്തിനീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തലയിടുന്നേ? എന്തൊക്കെയാടാ ആവശ്യമില്ലാത്ത കാര്യങ്ങള്? നിന്റെയൊക്കെ ഗുണവധികാരം നാട്ടുകാര് പറയുന്നുണ്ട്. കൊഞ്ചിച്ച് ഞാനാ നിന്നെ വഷളാക്കിയത്. ഇപ്പൊ പിടിച്ചാ കിട്ടാതായി. ഞാനിപ്പോ കൊച്ചു കുട്ടിയൊന്നല്ല, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. എന്തൊക്കെയാണ് നിനക്ക് മനസ്സിലാകുന്നത്? വിളഞ്ഞ് അധികം അങ്ങ് പഴുത്തു പോക്കല്ലേ മോനെ. പഠിച്ചോ? നേടിയില്ല. എന്നാ ജോലിക്ക് പോയി കുടുംബം നോക്കുമെന്ന് വിചാരിച്ചു. അതുണ്ടായില്ല. കുറെ കൂട്ടുകെട്ട് കിട്ടിയിട്ടുണ്ട് അവന്. തല്ലപ്പൊടി കൂട്ടുകെട്ട്. അപ്പന്റെ കൂട്ടുകാരൊക്കെ തന്നെയാ എന്റെയും കൂട്ടുകാര്. അത് അപ്പനറിയാവുന്ന കാര്യല്ലേ. പിന്നെ അപ്പൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കുടുംബ യൂണിറ്റിൽ കൊണ്ടു കുഴപ്പുന്നത്? എന്താടാ കുടുംബ യൂണിറ്റിൽ പറഞ്ഞാല്? നാട്ടുകാരും അറിയട്ടടാ നിന്റെയൊക്കെ വേഷം കെട്ടലുകള്. പ്രായമായ ഒരു പെങ്കൊച്ചുള്ള ഒരു വീടായത്. നിന്റെയൊക്കെ സൽപ്പേര് കാരണം നല്ലൊരു ആലോചന പോലും വരാതായി. അമ്മച്ചി അലറി വിളിക്കണ്ട. ആദ്യം അപ്പച്ചനോട് നന്നാവാൻ പറയും. എന്നിട്ടാവും മക്കള്. ഈ നാട് മുഴുവനും മദ്യം മാത്രമല്ല മയക്കുമരുന്നും വിതരണം ചെയ്യുന്നത് ഈ അപ്പച്ചന്റെ കൂട്ടുകാരൊക്കെ തന്നെയാണ്. ആദ്യം പോയി അവരെ നന്നാക്ക്. കേട്ടല്ലോ മക്കളുടെ മുമ്പിൽ ഇനിയും ഇങ്ങനെ ചെറുതാവ്. ഈ പ്രായത്തിൽ ഇനി ആരും അപ്പനെ നന്നാക്കാനൊന്നും നോക്കണ്ട. ആയ കാലത്ത് അപ്പൻ പണിയെടുത്ത് കുടുംബം നോക്കിയിട്ടുണ്ടടാ. ഇപ്പോഴും നോക്കണുണ്ട്. എല്ലാവരും പറയുന്നതിലും കാര്യമുണ്ട്. അവൻ പറയുന്നതിലും കാര്യമുണ്ട്. അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട്. ദൈവമേ, എന്റെ കുടുംബം പോയി. എല്ലാവരിലുമുള്ള എന്റെ നിയന്ത്രണം എനിക്ക് നഷ്ടപ്പെട്ടു. മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയാകണം. അല്ലാതെ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. അപ്പാ, എന്തിനാപ്പാ ഇങ്ങനെ കുടിച്ച് നശിക്കണേ? മോക്ക് വിഷമമില്ലാഞ്ഞിട്ടാണോ? ഒരു ചേട്ടനാണെ വീട്ടിലേക്ക് വരാറില്ല, മറ്റൊരു ചേട്ടനാണെങ്കി ഇങ്ങനെ. മതിയപ്പാ, ഇനി കുടിക്കല്ലേ. നമ്മുടെ എല്ലാ വിഷമങ്ങളും ദൈവം കാണുന്നുണ്ട്. എല്ലാം കണ്ടിട്ടു നമുക്ക് മാത്രമെന്താ മോളെ ഇങ്ങനെ? അപ്പൻ നിർത്താണ്. ഇന്നത്തോടെ എല്ലാം നിർത്തണ്. മക്കളുടെ മുൻപിലിനെ അപ്പന് ചെറുതാകാൻ വയ്യ. നിങ്ങൾ ഇങ്ങനെ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. അച്ഛൻ പറഞ്ഞത് ശരിയാടി. കാണുന്ന വഴി നന്മയോ തിന്മയോ എന്ന് മക്കൾ തിരിച്ചറിയണമെങ്കിൽ ആദ്യം നമ്മുടെ വഴി നന്മയായിരിക്കണം.
എന്റെ വഴി നന്മയായിരിക്കണോ? എന്റെ വഴി നന്മയായിരിക്കണോ? എന്റെ വഴി നന്മയായിരിക്കണോ? അതിരാവിലെ കുർബാനയും കണ്ട് രാസറേട്ടൻ്റെ ചായക്കടയിൽ നിന്ന് ഒരു കാലി മടിച്ച് നാട്ടുവിശേഷങ്ങളൊക്കെ ചർച്ച ചെയ്ത് കുളിർ കാറ്റും കൊണ്ട് നടന്നു വരുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാ. പുതിയ തലമുറയ്ക്ക് ഇപ്പം അതൊന്നും ഇല്ലാന്നേ. പള്ളിയിലും കാറ്റിസം ക്ലാസ്സിലുമൊക്കെ നിർബന്ധിച്ച് പറഞ്ഞു വിടണം. ആത്മീയതയുടെ കുറവ് എല്ലായിടത്തും ഉണ്ടെന്നേ. ജോസേട്ടനെ ഇത് ആരുടെ കുറ്റമായി പറയുന്നത്? ചെറുപ്പക്കാരെ മാത്രം പഴി പറയുന്നത് എന്തിനാ? ഇപ്പോ എത്ര കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന കൃത്യമായിട്ടുണ്ട്? എത്ര മാതാപിതാക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമെടുക്കുന്നുണ്ട്? എൽസി, നീയും പറയുന്നത് ശരിയാ, ഞാനും പറയുന്നത് ശരിയാ. പിന്നെ ആര് പറയുന്നതാ തെറ്റ്? ജോണിച്ചേട്ടൻ കുടുംബ യൂണിറ്റിൽ പറഞ്ഞ കാര്യം എല്ലായിടത്തും ചർച്ചയാ. അല്ല ജോസേട്ടാ, ഈ മയക്കുമരുന്ന് സംഘങ്ങളെ നമുക്ക് നിലക്ക് നിർത്തിയേ പറ്റൂ. ഇന്ന് നാം അത് ചെയ്തില്ലെങ്കിൽ പുതിയ തലമുറയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതാകും. ഇതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതിനൊക്കെ മറ്റു സംവിധാനങ്ങളുണ്ടല്ലോ. പോലീസുണ്ട്, എക്സൈസ് ഉണ്ട്. അവർക്ക് പിന്നെ എന്താ പണി? എന്റെ ജോസേട്ടാ, എല്ലാം അവര് ചെയ്യട്ടെ എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ല. സ്വന്തം കുടുംബത്തിലേക്ക് ഒരു ആപത്ത് വരുമ്പോഴേ എല്ലാവരും പഠിക്കൂ. അതുവരെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുടെയാ. ഞാൻ പോണു. എൽസി നിക്ക്. മനു, അടുത്ത ആഴ്ച ജർമ്മനിലേക്ക് പോവാൻ കേട്ടോ. വിസയും ടിക്കറ്റും വന്നു. പിള്ളേരൊക്കെ ഇപ്പോൾ വേറെ ലെവലാണെന്നേ. നാട്ടിൽ നിൽക്കാൻ ആർക്കും താല്പര്യമില്ല. ഒന്നോർത്ത അതാ നല്ലത്. പോയി രക്ഷപ്പെട്ട ജോസേട്ടാ. നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ പേടിയാവേണ്. നമ്മൾ എത്ര കൂടെ ഉണ്ടായാലും വളർന്നു കഴിഞ്ഞാൽ നമ്മെ അവർ അനാഥാലയത്തിലോ അഗതി മന്ദിരങ്ങളിലോ തള്ളിയിട്ട് അവർ അവരുടെ വഴിക്ക് പോകും. വളർത്തി വലുതാക്കിയ കണക്കൊന്നും ഇപ്പോഴത്തെ തലമുറയ്ക്ക് വേണ്ടേ വേണ്ട. ഈ പിള്ളേർക്ക് ഇങ്ങനെ ഒരു നിയന്ത്രണമില്ലാതെ ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? ആര് ചോദിക്കണം? നമ്മൾ ചോദിക്കണം. കാലം മാറിയന്റെ എൽസി. എന്തെങ്കിലും ചോദിച്ചാ തർക്കോത്തരവും പുച്ഛവും. എന്തു ചെയ്യാനാ? കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. പുതിയ സാധനം കൊണ്ടുവരാ മതി. പിന്നെ ലോറൻസ് ചേട്ടനല്ല അവർക്ക് മറ്റേ എന്താണ്ട് ബാഗ് കൊടുത്തിട്ട് കൊണ്ടുപോയി കൊടുക്കാനൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ കാര്യമില്ല അതിനകത്തൊന്നും. നമ്മളെ എന്ത് കാര്യം? അവർ രണ്ടുപേരും പോയിട്ടെ അവര് പോലീസ് പിടിച്ച സംഭവം സെറ്റായിട്ടാ. എടാ മനു, ഇത് വേണ്ടായിരുന്നു. നിനക്ക് അടുത്ത ആഴ്ച ജർമ്മനിക്ക് പോകേണ്ടതല്ലേ? വെറുതെ എന്തിനാടാ റിസ്ക് എടുക്കണേ? എടാ എന്തായാലും നമ്മ നാടൂടല്ലേ, വന്ന വഴി നമുക്ക് മറക്കാൻ പറ്റുമോ? പിന്നെ ലോറൻസ് ചേട്ടൻ കാര്യം പറഞ്ഞാൽ എങ്ങനെ പറ്റില്ല പറഞ്ഞേ? നമ്മൾ എത്രയോ സ്ഥലത്ത് സാധനങ്ങൾ എത്തിച്ചിരിക്കുന്നു, സ്കൂളിലും കോളേജിലും ഒക്കെ. ഇതൊരാരെയും നമ്മളെ പിടിച്ചണ്ട. എടാ നമ്മ സൂക്ഷിക്കണം. നാട് മുഴുവൻ നമ്മ സ്കെച്ചാ. എടാ നിന്റെ അപ്പൻ ചർച്ച ചെയ്തെല്ലാരും കൊളാക്കി വെച്ചിരിക്കല്ലേ. എന്ത് പറയാനാടാ. ഡാ, പുതിയ സാധനം എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. എടാ സാധനം ശീലാട്ടാ, നല്ല സാധനം. എന്തായാലും സമയം ഒരുപാട് വൈകി, ഞങ്ങൾ ഇറങ്ങട്ടെ. കാശ് വേസ്റ്റായില്ല. നല്ല കിക്കുണ്ട്. എന്തായാലും ഇതടിച്ചിട്ട് കുറച്ചേരം ഇരിക്കാം. നല്ല സുഖം. മക്കളെ, സൂക്ഷിച്ചു പോണേ. ഇനി കുറച്ചു ദൂരമേ ഉള്ളൂ. അവിടെ നമ്മുടെ ആളുണ്ടാകും. ബാഗ് കൊടുത്ത അപ്പോൾ തന്നെ തിരിച്ചോ. സമയം ഒട്ടും കളയരുത്. ഓക്കെ? അവനും മനുവും തമ്മിൽ എന്താണ് ഇടപാട്? ജോമോൻ എന്റെ കീശയില്. വല്ലവരുടെ മക്കളുടെ കാര്യം എന്നോട് ചോദിച്ചാ ഞാനെന്ത് പറയാനാ? തനിക്കൊന്നും അറിയില്ലേ? താനീ പറയുന്നത്
പച്ച മലയാളത്തില് തെമ്മാടിത്തരമാണ് കേട്ടോ. താനെന്താ പിള്ളേരെയൊക്കെ ഇങ്ങനെ വഴി തെറ്റിക്കുന്നത്? ഓരോന്ന് പറഞ്ഞ് എവിടേക്കാ നിന്റെ പോക്ക്? ലോറൻസിനോട് കളിക്കല്ലേ, വച്ചേക്കില്ലേ ഞാൻ. താൻ ആരെയായി പേടിപ്പിക്കുന്നത്? എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേരെ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമകളാക്കി നാട് മുഴുവൻ വിൽപ്പനക്കാരാക്കിയിട്ട് തോന്നിയ ദിവസം പറയുന്നു. ലോറൻസ്, നീയൊക്കെ നെറുകേട് കാണിച്ചോ? അത് നാട് നശിപ്പിച്ചിട്ട് വേണ്ട. നീ കൂടുതൽ ന്യായമൊന്നും പറയണ്ട. അവസാനിപ്പിച്ചോ, ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിച്ചോ. എന്നാടാ നീയൊക്കെ മാന്യനായത്? ജോണി, വെള്ളമടിച്ച് കവലയിൽ കിടന്നൊരു കാലമുണ്ടായിരുന്നു നിനക്ക്. ഇപ്പോൾ വലിയ നന്മമരം കുടുംബ യൂണിറ്റിൽ ചർച്ച ചെയ്ത് ആട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഒന്ന് പോടാ. പഴയ കാര്യങ്ങൾ അങ്ങനെ പലർക്കും ഉണ്ടാവും. താനിനി അതുമേ കയറി മാന്താനൊന്നും വരണ്ട. ഞങ്ങൾ നാട്ടുകാർ സംഘടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൊള്ളാം. ഭീഷണി, ആവേശം, ആഗ്രഹം, സംഗതി മാസൊക്കെ തന്നെയാ. ഇനി വാ തുറന്നാൽ വെട്ടിനുറുക്കി കളയും ഞാൻ. എന്നെ കുറിച്ച് അറിയില്ലെങ്കിൽ ദേ ഇവനോട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരും, വിശദമായി പറഞ്ഞു തരും. ലോറൻസ്, നിന്റെ എല്ലാ ഇടപാടുകളും നിർത്തിക്കോ. ഇനി ചോദ്യവും പറച്ചിലൊന്നുമില്ല. അടിച്ച് നടുവൊടിച്ചിടും ഞാൻ. പിന്നെ നീ നടക്കില്ല. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കിടക്കാം നിനക്ക്. ലിസി, വാ, ഇവന്റെ ഭാവി ഇവൻ തീരുമാനിക്കട്ടെ. സംഗതി ഇത്തിരി പെശകാണല്ലോ. തടി കേടാവുന്ന ലക്ഷണമാണ്. പേടിപ്പിക്കലും ഭീഷണിയും ഒന്നും ഇനി ചെലവാകില്ല. തൽക്കാലം മാറി നിൽക്കുന്നതാണ് നല്ലത്. ഹലോ, വണ്ടി ഇടിച്ചോ? എങ്ങനെ? പിള്ളേര് പോലീസ് സ്റ്റേഷനിലോ? ജാമ്യത്തിന്റെ കാര്യം ഞാൻ അല്പം തിരക്കില്ല, ഞാൻ വിളിക്കാം. കുരുക്കാണല്ലോ. ഇതെനിക്കുള്ള പണിയാണോ? ഇതെനിക്കുള്ള പണിയാണോ? ദൈവമേ, എന്തൊരു പരീക്ഷണം! ഇടിവെട്ടേറ്റവന്റെ തലയിൽ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലായല്ലോ. മനുഷ്യന് ഒരു സമയത്ത് സ്വസ്ഥതയില്ല. മരിച്ചാ മതി. മനു എങ്ങനെ ഇതിൽ പെട്ടുപോയെന്നാ ഞാൻ ആലോചിക്കുന്നത്. അടുത്ത ആഴ്ച ജർമ്മനിക്ക് പോണ്ട കൊച്ച, ജാമ്യം കിട്ടാത്ത കേസ്. ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ചേച്ചി, നിങ്ങൾ വിഷമിക്കാതിരിക്കേ. സംഭവിക്കുകയാണ് സംഭവിച്ചു. എന്തായാലും വികാരച്ചനും ജോണിച്ചനും ജോസനൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടല്ലോ. എല്ലാത്തിനും പരിഹാരം ഉണ്ടാകും. എന്തു പരിഹാരം? ദൈവമേ, എന്റെ കൊച്ച്. അവരാണല്ലോ. എന്തിനാടാ ഞങ്ങളെ ഇങ്ങനെ നീ തീറ്റിക്കുന്നത്? എന്തിനാടാ? ലിസി, അവരോടിപ്പോ ഒന്നും ചോദിക്കണ്ട. തെറ്റിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ദൈവം ഇടയ്ക്കൊരു ഷോക്ക് കൊടുക്കും. ഇതിനെ അങ്ങനെ കരുതിയാൽ മതി. ജയിലിൽ പോയി കിടക്കേണ്ട കേസാ. അച്ഛന്റെ ഉറപ്പില്ല കേസ് എടുക്കാതെ വിട്ടത്. SIക്ക് അച്ഛനെ പരിചയമില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? എൻ്റെ മോനും ഇങ്ങനെ പെട്ടുകിടക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അച്ചോ. ജോസേട്ടാ, അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഒരു പ്രശ്നം വന്നാ ആരും ഉണ്ടാകില്ല. ഉണ്ടായോ? എന്തായാലും ലോറൻസിന് കുറച്ചുനാൾ ജയിലിൽ കിടക്കട്ടെ. അയാൾക്കെതിരെ ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട്. പ്രായത്തിന്റെ പക്വതക്കുറവാണച്ചോ. ക്ഷമിക്കണം. കയ്യിൽ ഒരുപാട് പണം കിട്ടിയപ്പോ ഇതാണ് ശരിയായ വഴിയെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. എന്നാ സമൂഹത്തെ നശിപ്പിക്കുന്ന ഈ വഴി ഞങ്ങൾ തിരുത്താതായപ്പോ ദൈവം തിരുത്തി തന്നച്ചോ. ദൈവം തിരുത്തി തന്നു. നല്ലൊരവസരം ദൈവം വിദേശത്ത് ജോലിയായി നൽകിയിട്ടും അഹങ്കരിച്ച് അറിവില്ലായ്മ നടിച്ചു. ക്ഷമ ചോദിക്കാൻ പോലും ഞങ്ങൾക്ക് അർഹതയില്ലച്ചോ. മക്കളെ, ഈ ലോകം ഇങ്ങനെയാണ്. അവിടെ പതിയിരിക്കുന്ന അപകടങ്ങളെയും നമ്മുടെ അനുഗ്രഹങ്ങളെയും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം.
അത് വളർത്തിയെടുക്കേണ്ടതും സന്തോഷമുണ്ടാക്കേണ്ടതും നമ്മളാണ്. കണ്ണികൾ അറ്റുപോയാൽ അത് വിളക്കി ചേർക്കാനും നമുക്ക് സാധിക്കണം. തെറ്റു ചെയ്യാത്ത മനുഷ്യരില്ല. എന്നിട്ടും എത്രമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. കുഞ്ഞുസേ, ദൈവത്തിൻ്റെ നല്ലൊരു പാട്ട് ഈ ചേട്ടന്മാർക്കൊന്ന് പാടിക്കൊടുത്തേ. ചെയ്ത തെറ്റുകളെ ഓർത്ത് അവരൊന്ന് മനസ്സു തുറക്കട്ടെ. യേശുവേ, നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ? സ്നേഹമേ, നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ? നന്മകൾക്കു നന്ദിയേകാൻ എന്തു ചെയ്യും ഞാൻ? മനസ്സുഖമിങ്ങു പോയി, എനിക്കില്ല ശാന്തി തെള്ളും നുകരാൻ കരളിനു ദാഹമിന്നും സഹനങ്ങളേറും നേരം തിരഞ്ഞില്ല നിന്നെ നാഥാ. പകയുടെ തീക്കനലാൽ മുറിവുകളേറിയെന്നും ഈശോ പറയൂ നീ, ഞാൻ യോഗ്യയോ? യേശുവേ, നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ? എന്തു കണ്ടു നീ? എന്തു കണ്ടു നീ? ഇതാണ് സ്നേഹം, ഇതാണ് സൗഹൃദം, ഇതാണ് കുടുംബം. അറ്റുപോകുന്ന കണ്ണികളൊക്കെ ഇവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടാൽ അവിടം സ്വർഗമാണ്, ഭൂമിയിലെ സ്വർഗം. മനുഷ്യൻ്റെ അന്ധത അത് ആത്മീയമായാലും ഭൗതികമായാലും നിഗൂഢമാണ്. അവിടെ മനുഷ്യരുടെ തിരിച്ചറിവുകൾ നമ്മുടെ ഉൾക്കാഴ്ചയുടെ അനുഭവങ്ങളാണ്, ഹൃദയം തൊട്ടറിയുന്ന യാഥാർത്ഥ്യങ്ങളാണ്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കണ്ണുകൾ തുറക്കുക.
ഇതാണ് വിശ്വാസം, ഇതാണ് സംരക്ഷണം, ഇതാണ് മഹത്വം. യേശുവെന്ന മനുഷ്യൻ നമ്മെ പഠിപ്പിച്ചു തന്ന എളിമയുടെയും സ്നേഹത്തിൻ്റെയും മഹത്വം. ഇത് മനുഷ്യൻ എന്ന് തിരിച്ചറിയുന്നുവോ അന്ന് അവനും കാവൽക്കാരനാകും. നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ സമൂഹത്തിൻ്റെ, നമ്മുടെ സഭയുടെ. നമ്മെ നഷ്ടപ്പെടുത്തുന്ന ലഹരികളെയും നമുക്ക് ഉപേക്ഷിക്കാം. അവിടെ വിശ്വാസവും സത്യവും മനുഷ്യത്വവും നമുക്ക് നിറച്ചു വയ്ക്കാം. അങ്ങനെ നല്ല മനസ്സുള്ള മനുഷ്യരാകാം, ദൈവത്തോടൊപ്പം സഞ്ചരിക്കുന്ന മനുഷ്യർ. കാലത്തിൻ്റെ കാവൽക്കാർ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ നാടകത്തിൻ്റെ രചന, സംവിധാനം ഷൈൻ അവരേഷ്. നന്ദി. ചങ്കാടന്റെ ഈശോ, എന്റെ ചങ്കിടിപ്പാടന്റെ ഈശോ, ഒന്നാണിനി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ. ചങ്കാടന്റെ ഈശോ, എന്റെ ചങ്കിടിപ്പാടന്റെ ഈശോ, ഒന്നാണിനി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ. ചങ്കാടന്റെ ഈശോ, എന്റെ ചങ്കിടിപ്പാടന്റെ ഈശോ, ഒന്നാണിനി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ. എന്നെ സ്വർഗത്തിലേക്കു നയിക്കാൻ തന്റെ ശങ്കിലെ ചോരയും ചിന്തി എന്നെ കാത്തിരിപ്പുണ്ടെന്റെ ഈശോ, പാടി നൃത്തം ചാവിട്ടിടും ഞാൻ.
എന്നെ സ്വർഗത്തിലേക്കു നയിക്കാൻ തന്റെ ശങ്കിലെ ചോരയും ചിന്തി എന്നെ കാത്തിരിപ്പുണ്ടെന്റെ ഈശോ പാടി നൃത്തം ചാവിട്ടിടും ഞാൻ. ശങ്കാണെന്റെ ഈശോ എന്റെ ചങ്കിടിപ്പാടെന്റെ ഈശോ ഒന്നാടി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ. ശങ്കാണെന്റെ ഈശോ എന്റെ ചങ്കിടിപ്പാടെന്റെ ഈശോ ഒന്നാടി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ. ഇല്ല പാപം എനിക്കിനി വേണ്ട, തന്റെ പാവന രക്തത്തിൽ എന്നെ മുക്കി പാപം കഴുകിക്കളഞ്ഞ് എന്റെ പാപ വിമോചകനീശോ. ഇല്ല പാപം എനിക്കിനി വേണ്ട, തന്റെ പാവന രക്തത്തിൽ എന്നെ മുക്കി പാപം കഴുകിക്കളഞ്ഞ് എന്റെ പാപ വിമോചകനീശോ. ചങ്കാണെന്റെ ഈശോ എന്റെ ചങ്കിടിപ്പാടെന്റെ ഈശോ ഒന്നാടി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ. ചങ്കാണെന്റെ ഈശോ എന്റെ ചങ്കിടിപ്പാടെന്റെ ഈശോ ഒന്നാടി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ. ചങ്കാണെന്റെ ഈശോ എന്റെ ചങ്കിടിപ്പാടെന്റെ ഈശോ ഒന്നാടി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ. ചങ്കാണെന്റെ ഈശോ എന്റെ ചങ്കിടിപ്പാടെന്റെ ഈശോ ഒന്നാടി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ. പാൽവർണ്ണമൊത്ത പല കൊച്ചുങ്ങളഞ്ചെണ്ണം നിൽപ്പാണു ശംഭോ, അതിലൊന്നിലടിയന്റെ വധുണ്ടതേത്, ഈ നരകത്തിൽ നിന്നൊന്നു കരകേറ്റ് ശംഭോ ശംഭോ ശംഭോ. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ, സങ്കടമീ വിധമെന്തിനു തന്നതു സാംബ സദാശിവനേ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ, സങ്കടമീ വിധമെന്തിനു തന്നതു സാംബ സദാശിവനേ. ശിവശംഭോ 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 ശംഭോ ശിവശംഭോ 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 ശംഭോ. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. കൺഫ്യൂഷൻ തീർക്കണമേ. മാണിനങ്ക
उठा दे तोरता तुकिन तोरता दे करता कतन मरता दे अपर पड़तक वे जोरता ले या उठा दे तोरता तुकिन तोरता दे करता कतन मरता दे अपर पड़तक वे जोरता ले नी जो करना स्टेडियस स्तोत्रना गाडियस लोकल ना परत गिरते आडनो डांस ए बाटिका द बंदे कुस्ट परने दे पलचन वेस्ट उठला मोस उंडा अष्ट गुंडा न पस्ते जोरता ले या उठा दे तोरता तुकिन तोरता दे करता कतन मरता दे अपर पड़तक वे जोरता ले या उठा दे तोरता तुकिन तोरता दे करता कतन मरता दे अपर पड़तक वे जोरता ले മധ്യമം
കാരുണ്യം മധ്യമം മനിത പാപ മകരി ത്രിഗമ പാപ പഞ്ചം സദാ വസന്ത കോകില സ്വനം കോകില സ്വനം വസന്ത കോകില സ്വനം മേഘരാഗങ്ങളെ തൊട്ടുണരുന്നതാ മണ്ഡൂകമന്ത്രം ദൈവതം അശ്വരവങ്ങളജ്ഞാതകൃത്തിയുണർത്തും സ്വരൂപം ദൈവതം ഗമപദനിസ ധനിസ പദനിസ മപദനിസ ഗമപദനീനി വിഷാദം ഗജമുഖനാദം സാന്ത്വനഭാവം ആഗമജപലയനിഷാദരൂപം നീതി ശാന്തമായി പൊഴിയും സ്വരജലഗണങ്ങൾ ഏകമായി ഒഴുകും ആനന്ദം ജഗദാനന്ദം സംഗീതം ആനന്ദം ആനന്ദാനന്ദം ജഗദാനന്ദം സംഗീതം മണി ധരി ധരിസാദ ദിധനി മമ സന്ദീനി സനി മമ രിപ്പാവ മണി ധരി ധരിസ ദിധനി മമ സന്ദി മദനി മണി ധരി ധരി ദിധനി മമ സനി മണി മമ മണി ധരി ധരി ധനി മമ സനി മമ ദിധനി മമ സനി മമ നി മമ സനി മമ നി മമ മപനി ആനന്ദാനന്ദ ജഗദാനന്ദം സംഗീതം ആനന്ദം ആനന്ദാനന്ദം ജഗദാനന്ദം സംഗീതം 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 sa
ਜਿਹੜਾ ਨਸ਼ਾ ਤੇਰੀ ਅੱਖਾਂ ਵਿੱਚੋਂ ਆਵੇ ਮੈਨੂੰ ਮੈਂ ਵੇਖਿਆ ਬੜਾ ਨਾ ਉਹ ਲੱਖਾਂ ਵਿੱਚੋਂ ਆਵੇ ਮੈਨੂੰ ਜਿਹੜਾ ਨਸ਼ਾ ਤੇਰੀ ਅੱਖਾਂ ਵਿੱਚੋਂ ਆਵੇ ਮੈਨੂੰ ਮੈਂ ਵੇਖਿਆ ਬੜਾ ਨਾ ਉਹ ਲੱਖਾਂ ਵਿੱਚੋਂ ਆਵੇ ਮੈਨੂੰ ਦਿਲ ਦੇ ਨੇੜੇ ਹੋਵੇਂ ਤੂੰ ਮੇਰੇ ਦਿਲ ਦੇ ਨੇੜੇ ਹੋਵੇਂ ਤੂੰ ਮੇਰੇ ਦਿਲ ਬਸ ਚਾਵੇ ਤੈਨੂੰ ਜਿਹੜਾ ਨਸ਼ਾ ਤੇਰੀ ਅੱਖਾਂ ਵਿੱਚੋਂ ਆਵੇ ਮੈਨੂੰ ਮੈਂ ਵੇਖਿਆ ਬੜਾ ਨਾ ਉਹ ਲੱਖਾਂ ਵਿੱਚੋਂ ਆਵੇ ਮੈਨੂੰ മേക്കണേന്താ പീലിയുമായിൽ മേൽ തോന്നും മേനിയും തെയ്തൈ പിടിത്തതണ്ടും കൈയും മേയും എന്നേക്കും വാഴ്കവേ തെയ്തേ വാഴ്ക വാഴ്ക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ തെയ്തേ വഴിക്കുറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം. ഈ പിള്ളേരിത് കൊളവാക്കുമെന്നാ തോന്നുന്നേ. എന്നതാടി മറിയാമേ ഇത്? ഇത്രയും നല്ല പ്രോഗ്രാം ആയിട്ട് ഇങ്ങനെയാണോ കളിക്കുന്നേ? ചുമ്മാതെ അല്ല ആൾക്കാർ പറയുന്നേ ഒരു മാർഗവും ഇല്ലാത്ത കളിയാണ് ഈ മാർഗം കളിന്ന്. മറിയാമേ, ന്യൂ ജനറേഷൻ സ്റ്റൈലൊന്ന് മാറ്റിച്ചാലോടി. ചന്തം പകർന്നിടാം.
അത്ര ചിരിക്കാൻ? ഓ, നിങ്ങൾക്കൊക്കെ പുച്ഛം തോന്നുന്നുണ്ടായിരിക്കും. ഒരുത്ത മസിൽ കാണിച്ച് നിൽക്കാനും വേറെടുത്തി അതുകൊണ്ട് തലേ തല്ലി വീഴാനും. വാ സൂസമ്മേ, നമുക്കൊരു ഫോട്ടോ എടുക്കാം. പുഞ്ചിരിച്ച് പുത്തനൊളി പരത്തി അഞ്ജനവും കസ്തൂരിയും തിരുത്തി ചമയിച്ചു നല്ല ചന്തം വരുത്തി വെള്ളയും കരിമ്പടവും തിരുത്തി പെണ്ണവളെ മങ്കമാർഗം തിരുത്തി വന്ന ജനമെല്ലാരും ചൊല്ലുന്നു മണ്ണിലിൽ ഇങ്ങനെ ചേലുള്ള മറ്റൊരുത്തി വന്നല്ലോ കണ്ടില്ലേ കണ്ടില്ലേ കർപ്പൂര പന്തലില് ചെമ്പകപ്പൂ കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂര പന്തലില് പുഞ്ചിരിച്ചു ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു തീയണയ്ക്കാൻ എന്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്ന് എന്നെ വീണ്ടെടുത്തെന്റെ യേശു ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു തീയണയ്ക്കാൻ എന്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്നു എന്നെ വീണ്ടെടുത്തെന്റെ യേശു ചങ്കാണ് എന്റെ ചങ്കാണ് ചങ്കാണ് എന്റെ ചങ്കാണ് എന്റെ യേശു ചങ്കാണ് എന്റെ ചങ്കാണ് ചങ്കാണ് എന്റെ ചങ്കാണ് എന്റെ യേശു കൂരിരുളി എന്നും ദീപമായി കൂടെയുണ്ടേ ആകുലവേളകളിൽ എന്നും ആശ്വാസമേ അവൻ താ കൂരിരുളി എന്നും ദീപമായി കൂടെയുണ്ടേ ആകുലവേളകളിൽ എന്നും ആശ്വാസമേ അവൻ താ ചങ്കാണ് എന്റെ ചങ്കാണ് ചങ്കാണ് എന്റെ ചങ്കാണ് എന്റെ യേശു കണ്ണീരെല്ലാം അവൻ കുപ്പിയിൽ ശേഖരിക്കും കണ്ണീരൊപ്പി എന്നെ മാറോട് ചേർത്തിടുമേ കണ്ണീരെല്ലാം അവൻ കുപ്പിയിൽ ശേഖരിക്കും കണ്ണീരൊപ്പി എന്നെ മാറോട് ചേർത്തിടുമേ ചങ്കാണ് എന്റെ ചങ്കാണ് ചങ്കാണ് എന്റെ ചങ്കാണ് എന്റെ യേശു പാടിടും ഞാൻ എന്റെ യേശുവിൻ നാമമെന്നും വാഴ്ത്തിടും ഞാൻ അവൻ നന്മകളെന്നും എന്നും പാടിടും ഞാൻ എന്റെ യേശുവിൻ നാമമെന്നും
വാഴ്ത്തിടും ഞാൻ അവൻ നന്മകളെന്നുമെന്നും. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണ് എന്റെ യേശു. ഒന്നുമില്ലേ നാദ കാഴ്ചയെ നൽകിടുവാൻ തന്നിടുന്നു എന്റെ ജീവിതം പൂർണ്ണമായും. ഒന്നുമില്ലേ നാദ കാഴ്ചയായി നൽകിടുവാൻ തന്നിടുന്നു എന്റെ ജീവിതം പൂർണ്ണമായും. ഓ ഓ ചങ്കാണ് എന്റെ ചങ്കാണ് എന്റെ യേശു. ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു. തീയണയ്ക്കാൻ എന്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്നു എന്നെ വീണ്ടെടുത്തെന്റെ യേശു. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണ് എന്റെ 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 യേശു. અને ભૂલો બધી વાત પ્રેમની આ મૌસમ છે. अब आओ मेरे पास रह जाओ मेरे साथ प्रेमनी आ मौसम छे. આવી ગઈ રાત અને ભૂલો બધી વાત પ્રેમની આ मौसम छे. अब आओ मेरे पास रह जाओ मेरे साथ प्रेमनी आ मौसम छे. मिल जाए मुझको अगर साथ तेरा तो भूलूं मैं सारा गाड़ा तारा छबीला तारा रंगीला तारा रंग बेर जुए तारी बात. गाड़ा तारा ओरे छबीला तारा ओरे रंगीला तारा रंग बेर जुए तारी बात रे. गाड़ा तारा ओरे छबीला तारा ओरे रंगीला तारा रंग बेर जुए तारी बात रे. के तुम्हें देखा मैं करूं सारी सारी रात सारी सारी रात. छुप छुप के मुझे देखा तू कर सारी सारी रात सारी सारी रात. मिल जाए मुझको अगर साथ तेरा तो भूलूं मैं सारा जहां. जो गाड़ा तारा छबीला तारा रंगीला तारा रंग बेर जुए तारी बात. जो गाड़ा तारा ओरे छबीला तारा